നമ്മളിപ്പോൾ അമരാവതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമരാവതിയിൽ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയിലാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഒരു ടാക്സിക്കാരനെ കണ്ടു. ടാക്സിക്കാരൻ നമ്മളെ ലിഫ്റ്റ് തന്നു. ആ ലിഫ്റ്റും പുറത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതൽ അൻസാർ ബാക്കാണ്. അതാണ് നമ്മുടെ ടാക്സിക്കാരനെ കേരളത്തിൽ വെച്ച് ഈ കോട്ടയത്ത് ഒടുക്കി വെച്ചിട്ട് ഇയാളുടെ വണ്ടി ഇതായിട്ട് ഇയാളുടെ പൈസ ഇയാളിൽ 10 പൈസ ഉണ്ടായില്ല. അങ്ങനെ ഇയാളുടെ വണ്ടി ശരിയാക്കി കൊടുത്തൊരു ഇടുക്കിക്കാരനായിരുന്നു. ഇടുക്കിക്കാരനാണെന്നറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ പൈസ ഇയാൾ നാട്ടിലെത്തിയിട്ട് ഇയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ മലയാളി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളായിട്ട് കൂടുതൽ കമ്പനി ചെയ്ത് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അയാൾ നമുക്ക് ലിഫ്റ്റ് തന്നു. അങ്ങനെ നമ്മൾ സ്ഥലത്ത് ഇറക്കി വിട്ടു. അങ്ങനെ നമ്മൾ അമരാവതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ അമരാവതിയിൽ ഒരു ഗുരുദ്വാരയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ പ്ലാനിങ് കാര്യമായിട്ട്. അപ്പോൾ അവിടെ മുന്നിൽ ഒരു ചെറിയൊരു പയ്യനുണ്ടായിരുന്നു. കരോട്ട പഠിക്കാൻ പറ്റി. അവൻ്റെ അച്ഛനും അവനും കൂടി വന്നേക്കാണ്. പഞ്ചാബിയാണ് അവർ. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ പഞ്ചാബികളുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അവിടെ വേറെ ഒരുത്തിനെ കണ്ടു. പഞ്ചാബിൽ തന്നെയാണ് ഇപ്പോഴും. क्या कभी और आओगे ना तो सिखा देना. हम कल जाएगा. कभी और आओगे क्या? कभी आएगा. हाँ कभी आएगा. कभी भी. फिर भी आएगा. तुम्हारा छोटा भाई है. आप टेक्नो गेमर से मिले. टेक्नो गेमर नहीं है. टेक्नो गेम नहीं है. नहीं मिले. अब मिल गया. नाम क्या नाम क्या है? रजत. जसप्रीत. बाय. ओके. दिखा. कैसे? नाम क्या है? नाम बोलो. ജസ്പ്രീത്. ഞങ്ങളുടെ ചാനൽ बोलो ഞങ്ങളുടെ ചാനൽ അൻഡാലുണ്ട് പാനൽ. ഞങ്ങളുടെ ചണ്ടാലുണ്ട് പാനൽ. ഹായ്. അങ്ങനെ ഞാൻ രാത്രി അവിടെ നിന്ന് ഉറങ്ങി. അവിടെ നിന്ന് കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ ഇനി നേരെ അമരാവതിക്ക് പോവാണ്. അപ്പോൾ തൊട്ടടുത്താണ് അമരാവതിയിൽ. അപ്പോൾ പോകണ വഴിയിലുള്ളൊരു വഴിയാണിത്. അപ്പോൾ അങ്ങനെ നേരെ നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അമരാവതിക്ക് പോകുന്ന ബസ് സ്റ്റേഷൻ. കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു സ്ഥലത്ത് ഇരുന്നു. തൊട്ട് ഫ്രണ്ടിലാണ് അൻസാറിന് സെറ്റായി വണ്ടി എടുത്ത് നമ്മളിങ്ങനെ നേരെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഉള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോണ വഴിയിൽ ഇതാണ് ഓറഞ്ച് തോട്ടങ്ങൾ. അപ്പോൾ ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. അത്യാവശ്യത്തിന് അമരാവതിയിൽ നല്ല രീതിയിലുള്ള ഓറഞ്ച് തോട്ടങ്ങളാണ്. പക്ഷേ നമ്മളെത്തിയ സമയം വളരെ മോശമായി. ഓരോന്നാണ് നാട്ടിൽ പോയാൽ ഞാൻ പട്ടി നിന്ന അവസ്ഥയാണ്. മൊത്തം പച്ചക്കറിയാണ്. അമരാവതി റെയിൽവേ സ്റ്റേഷൻ അടുത്തുനിന്ന് നമ്മൾ പാനിപ്പൂരി കഴിക്കുന്ന വീഡിയോ ആണ്. പാനിപ്പൂരി കടക്കാരനാണ്. അൻസാറിന് വിഷയം തുടങ്ങി. അടിപൊളിയായിട്ട് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. പാനിപ്പൂരി നിന്ന് ഞങ്ങളിങ്ങനെ പാനിപ്പൂരി അടുത്ത വീടിൻ്റെ അടുത്ത കഥ പറയാം.